Hello. Welcome back to the life of Nika. I'm still in India. This is our first vlog in Kerala. So ഇന്ന് ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ഞങ്ങള് ഒരു ഡേ ഇൻ അവർ ലൈഫ് കേരള എഡിഷൻ. ട്രിവാൻഡ്രം എഡിഷൻ. ട്രിവാൻഡ്രം. ഞങ്ങള് എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ റൂമിൽ അപ്പോൾ ഇന്ന് ഒരു ചെറിയ വ്ളോഗ് ഞങ്ങൾ ചെയ്യുന്നു. അത് ഡേ ഇൻ അവർ ലൈഫ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് US എഡിഷൻ, ഡാലസ് എഡിഷൻ ആയിരുന്നു. ഇപ്പോൾ ഇത് നമ്മൾ കേരള എഡിഷൻ ചെയ്യാണ്. കേരള എഡിഷൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പരിപാടീസ് ഇന്നുണ്ട് അല്ലേ? അമ്മ ഫുൾ ബുക്ക് ചെയ്ത് ചാർട്ട് ചെയ്ത് ഓരോ സമയത്ത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ നാട്ടിലുള്ള സോ എല്ലാം ചെയ്ത് തീർക്കാൻ ശ്രമിക്കുകയല്ലേ? അതെ, കുറച്ച് ഫുഡ് അടി, കുറച്ച് കറക്കം, കുറച്ച് പരിപാടീസ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വ്ളോഗായിട്ട് നമ്മൾ കാണിച്ചു തരാൻ നോക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻ്റായിട്ട് പറഞ്ഞാൽ മതി. എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ ബൈ. അപ്പോൾ ഗൈസ്, രാവിലെ നമ്മൾ കാണുന്ന വേറൊരു പരിപാടിയാണ്. ഓറഞ്ച് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാം. രാവിലെ അച്ഛൻ കഠിനമായ പ്രയത്നത്തിലാണ്, ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജ്യൂസ് ഉണ്ടാക്കാനുള്ള അതിനെന്തോ പറയുമല്ലോ, പാരിജോതികം എന്താണെന്ന്? പ്രചോദനം. ഈ ജ്യൂസ് ഉണ്ടാക്കാനുള്ള പ്രചോദനം മറ്റൊന്നല്ല, എൻ്റെ ഭാര്യ മര്യാദയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നില്ലേ, ഇന്ന് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കിയതാണ്. ഓക്കെ ഗൈസ്, നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സ്ക്യൂസ്ഡ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്ന ഇതാണ് അല്ലേ? വാവ്, സ്ക്യൂസ്ഡ് ഓറഞ്ച് ജ്യൂസ് എന്ന് പറയുന്നത് ഇതാണ്. ഫ്രഷ് ആൻഡ് ജ്യൂസി. ആരാണ് ഈ ഡൈ അടിച്ച് ഇവിടെ നിൽക്കുന്നത്? എന്തോ കഴിക്കാൻ എന്തോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ആണ്? ബ്രേക്ക്ഫാസ്റ്റ് ദോശ, ചമ്മന്തി, സാമ്പാർ, മുട്ട ഓംലെറ്റ്, മട്ടൻ വറുത്തിയത്. ഓ ഗൈസ്, ദോശ, ചമ്മന്തി, മുട്ട ഓംലെറ്റ്, സാമ്പാർ, ഇത് മട്ടൻ വരട്ടിയത്, പിന്നെ അതിൻ്റെ കൂടെ മാങ്ങ. ഇതെന്ത് മാങ്ങയാണ്? നീലം മാങ്ങ. ഗൈസ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഹെവി ആയി കഴിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം. ഗൈസ്, ഞങ്ങളിവിടെ റെഡിയായി ഇരുന്നിട്ട് ഇതുവരെ റെഡിയാകാത്ത അമ്മ. എത്ര നേരമായി നിൽക്കുക വെച്ച് നമ്മളിവിടെ റെഡിയായിരിക്കുന്നു? അരമണിക്കൂറായി. ഞങ്ങൾ റെഡിയായി താഴെ വന്നിട്ടും അമ്മ ഇതുവരെ റെഡിയായിട്ടില്ല. എന്ത് ചെയ്യേ?
എവിടെ പോന്ന്? യൂണിവേഴ്സിറ്റി കോളേജിൽ പോകണു. ഒരു മോളുള്ളത് കോളേജിൽ പോകില്ല, അതിന്റെ എക്സാം എഴുതാൻ വേണ്ടി ലീവ് ഒരുപാട് എടുത്തുകൊണ്ട് ലീവ് എടുത്ത് കണ്ടോണേഷൻ ആയതുകൊണ്ട് മെഡിക്കൽ ലീവ് എടുത്ത് നമ്മൾ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കാൻ പോകുന്നു. ഒരു അനിയത്തി ഉള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ കുറെ ഉപകാരങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാ പോന്ന്? യൂണിവേഴ്സിറ്റി കോളേജ്. എന്തിനാ? പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, അങ്ങ് പറഞ്ഞോണ്ടാ മതി. എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പോകുന്നത് അങ്ങ് പറഞ്ഞാൽ അത് എനിക്ക് പെട്ടെന്ന് വരണ്ടേ. ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് പാളയം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ്. എന്താണ്, തിരുവനന്തപുരത്തെ ഹാർട്ട്. അപ്പോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം വലത് സൈഡിൽ കാണാം. അതിൻ്റെ പള്ളി. നമുക്ക് ലോകത്തുനിന്നാണോ അതോ ഇന്ത്യയിലാണോ ഏഷ്യയിലാണോ എന്നറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഞങ്ങളുടെ പാളയം ട്രിവാൻഡ്രത്ത് നമുക്ക് യുണീക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഗൈസ്, ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ പാളയം ക്രിസ്ത്യൻ പള്ളി. ഈ പള്ളിയുടെ പേരെന്താണ്? ലാറ്റിൻ. അത് തന്നെ. അപ്പോൾ നമ്മൾ ഇടത് സൈഡിൽ കാണുന്നത് ക്രിസ്ത്യൻ പള്ളി, വലത് സൈഡിൽ കാണുന്നത് മുസ്ലിം പള്ളി. എന്നാൽ മുസ്ലിം പള്ളിയുടെ തൊട്ടടുത്ത് എന്ത് കാണാം? അമ്പലം. അതെ, യുണീക്കായിട്ടുള്ള ഒരു സംഭവമാണ്. ലോകത്ത് ഒരിടത്തും കാണാൻ പറ്റത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഞങ്ങളുടെ തിരുവനന്തപുരത്തിൽ പാളയത്ത് ഇങ്ങനെ ഒരു സംഭവം കാണാം. അതെ, അതില് സത്യം പറഞ്ഞാൽ നിക്കോച്ചി ആദ്യമായിട്ടാണല്ലേ ഇത് കാണുന്നത്? ഓക്കെ. മുസ്ലിം പള്ളി, അതിന്റെ തൊട്ടടുത്ത അമ്പലം. വാവ്. പിന്നെ ഇത് സാഫല്യം കോംപ്ലക്സ്, പാവങ്ങളുടെ മാള്. ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ നിക്കോച്ചിയെ കാണുന്നത് സാഫല്യം കോംപ്ലക്സ് വെച്ചാണ്. 8 വയസ്സില് നിക്കോച്ചി സാഫല്യം കോംപ്ലക്സ് വഴി അവരുടെ വീട്ടുകാരുമായിട്ട് അതുവഴി പോകുന്ന വഴി ഞാനും കണ്ണും തമ്മിൽ ഉടക്കിയായിരുന്നു. ആ സ്പാർക്കിലാണ് നമ്മൾ ഇപ്പൊ കിട്ടിയത്. അതാണ് പറയുന്നത്, ആദ്യം എവിടെ വെച്ച് കണ്ണ് സ്പാർക്ക് വന്നോ അത് US ആയാലും വേറെ ഏത് രാജ്യത്തായാലും നമ്മൾ പിടികിട്ടും, അല്ലേ? അതെ. ആരുടെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന? അവിടത്തെ ഒരു സൂപ്പർവൈസർ ഉണ്ട്. ആരാണ്? എവിടത്തെ? ലുലുവിലെ വെസ്റ്റ് സൈഡിലെ അവരിങ്ങനെ മെസ്സേജ് അയക്കുമോ? ഈ വരണ ഡ്രസ് എല്ലാം എനിക്ക് അയക്കും. ഞാനാണെങ്കിൽ 97 അയച്ചു. എത്ര അയച്ചു? 94. ഗായ്സ്, ഞങ്ങൾ അങ്ങനെ അവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്ന് ഇറങ്ങി നേരെ ജയലക്ഷ്മിയിലോട്ട് പോവുകയാണ്. ജയലക്ഷ്മിയിൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ജയലക്ഷ്മിയിൽ വെച്ച് കാണാം. ഗായ്സ്, ഞങ്ങളിപ്പോൾ ജയലക്ഷ്മി സിൽക്സിൽ നിൽക്കുകയാണ്. ജയലക്ഷ്മി സിൽക്സിൽ നിക്കോച്ചിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കുകയാണ്. എന്താണ് മേടിക്കുന്നത്?
അങ്ങനെ ലാച്ചയും കുറച്ച് സാരിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തത് എനിക്ക് ജുബ്ബ എടുക്കാൻ പോവുകയാണ്. കാര്യം നമ്മൾ ഇവിടെ ഓണത്തിന് ഡാലസിൽ പോകുമ്പോൾ ഇടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഗൈസ്, ഒരാളെ കാണിക്കാൻ മറന്നുപോയി. കോളേജ് കഴിഞ്ഞ് നേരെ കാജോളിന് നമ്മുടെ വ്ളോഗിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മെയിൻ എഡിറ്റർ, നമ്മുടെ എഡിറ്ററിന്റെ മുഖം കാണിക്കേണ്ടതാണ്. കാജോൾ എസ് പ്രതാപൻ. ഹലോ പറ ഹലോ പറ ഹലോ പറ ഹലോ പറ. എങ്ങനെ ഉണ്ടായിരുന്നു ഷോപ്പിംഗ്? സോ ഹോട്ട്. ഷോപ്പിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ രണ്ടൊരു എണ്ണയിട്ട് ആകെ ബേജാറാക്കി. എത്ര മണിക്കൂർ എടുത്തു നമ്മുടെ ഷോപ്പിംഗ്? നമ്മൾ 1 മണിക്കല്ലേ വന്ന? 2 മണിക്കൂർ കൊണ്ട് ഒത്തിരി 2 മണിക്കൂർ കൊണ്ട് നമ്മൾ എത്ര ഡ്രസ് എടുത്തു? ഒത്തിരി എടുത്ത്. ഗൈസ്, അപ്പോൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബില്ലെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്രയെന്ന് പറയാം. കുറേ എടുത്ത് ഞങ്ങൾ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും എല്ലാത്തിനും കൂടെ ഉള്ളത് ഒറ്റയടിക്കാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ജയലക്ഷ്മിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ബില്ല് പേയ്മെൻറ്റും കഴിഞ്ഞിട്ട് അടുത്തത് എവിടെയാണെന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രത്ത് കേശവദാസപുരം ഉള്ളൂർ ഏരിയയിലുള്ള കാലിക്കറ്റ് പാരഗൺ എന്ന് പറയുന്ന ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ കയറാൻ പോകുന്നത്. കാലിക്കറ്റ് പാരഗൺ ബിരിയാണിയിൽ ഏഷ്യയിൽ നമ്പർ 1 റാങ്ക് കിട്ടിയ ഒരേ ഒരു ഹോട്ടലാണ്. കൂടുതൽ ഇൻഫർമേഷൻസും കൂടുതൽ വിഭവസമൃദ്ധമായ പലഹാരങ്ങൾ കൂടുതൽ ഫുഡ് ഐറ്റംസുകൾ ഞങ്ങൾ അകത്ത് ചെന്നിട്ട് കാണിച്ചു തരുന്നതാണ്. ഗൈസ്, കാലിക്കറ്റ് പാരഗണിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. കാലിക്കറ്റ് പാരഗണിലെ ഫുഡ് എന്തൊക്കെയാണ് കഴിക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ബിരിയാണിയാണോ ഊണാണോ? ഗൈസ്, അപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഓർഡർ ചെയ്തത്? ബിരിയാണി, മട്ടൺ ബിരിയാണി ഇല്ല ഗൈസ്, തീർന്നു പോയി. മീൽസ് ഇല്ല. പിന്നെ എന്തോന്ന് പാരഗൺ? 3 അല്ല 4 മണിയായിരുന്നു തോന്നുന്നു. ഇനിയിപ്പോൾ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടുകൊണ്ടിരിക്കുന്ന കാലിക്കറ്റ് പാരഗണിലെ ബിരിയാണി, ചിക്കൻ ഫ്രൈ, അമ്മച്ചി ചിക്കൻ ബിരിയാണി, മട്ടൻ വരട്ടിയത്, പൊറോട്ട, ബിരിയാണി, ചിക്കൻ ബിരിയാണി. പിന്നെ ബീഫ് വറുവലും വന്നിട്ടുണ്ട് ഗൈസ്, ബീഫ് വറുവൽ. ഓക്കെ, നാനും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അടിച്ച് കയറി വാ, ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. ഗൈസ്, ബിരിയാണി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി വരുന്നില്ലല്ലോ ഈശ്വര. ഓക്കെ, കഴിച്ചോ. കൈയൊന്ന് മാറ്റിയാണ്. ഗൈസ്, ഫുഡ് എടുത്ത് വായിൽ വെക്കുന്നതിന് മുന്നേ സൂപ്പറാണെന്ന് പറയുന്ന തള്ള. ഗൈസ്, ബിരിയാണിയിൽ ഒരു പീസ് ചിക്കൻ ഇങ്ങനെ എടുക്കുക, ഇതിലോട്ട് വെക്കുക, കുറച്ച് സാലഡ് എടുക്കുക, കുറച്ച് ചമ്മന്തി എടുക്കുക, കുറച്ച് അച്ചാറും എടുത്ത് ഇങ്ങനെ ഒന്ന് കുഴച്ച്
പപ്പടവും വേണം, സോറി. പപ്പടവും എടുത്ത് കുഴച്ച് ഇങ്ങനെ ഒരു ചെറിയ ഉണ്ട കൂട്ടി ഇങ്ങനെ എടുത്തിട്ടതാ. ഓ മസ്റ്റ് ട്രൈ. സൂപ്പർ. ഓക്കെ ഞങ്ങൾ കഴിച്ചിട്ട് വരാം. ഇനി ക്യാമറാമാൻ ഫുഡ് കഴിക്കേണ്ടതാണ്. ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീട്ടിൽ പോയി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു, ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വീണ്ടും പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങോട്ട് പോവാൻ? സുഡിയോ. ഓക്കെ, സുഡിയോയിൽ പോയി ഇനി അടുത്ത കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് ഗൈസ്. ആ ഷോപ്പിങ്ങിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ എന്തൊക്കെയാണ് മേടിക്കുന്നതെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഗായ്സ് നമ്മൾ എത്തിയിരിക്കുകയാണ്, സ്റ്റുഡിയോ എത്തിയിരിക്കുകയാണ് ഗായ്സ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി താഴോട്ടേക്ക് ഇങ്ങനെ പോവുകയാണ്. താഴെ ഇറക്കണത് മേലെ ഇടായിരുന്നായിരുന്നു പറ്റുവാടാ. നമ്മളിങ്ങനെ താഴോട്ടേക്ക് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്റ്റ് പാട്ട് വളച്ച് കയറ്റിയിടാൻ വേണ്ടി പറയാണ് സെക്യൂരിറ്റി. ഗൈസ്, അപ്പോൾ ഷോപ്പിങ്ങിനായിട്ട് സുഡിയോയിൽ വന്നിരിക്കുകയാണ്. സുഡിയോയിൽ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും മേടിച്ചിട്ട് ഞങ്ങൾ അടുത്ത പരിപാടി എന്താണെന്ന് പറയാം. അപ്പോൾ എന്തൊക്കെ ഡ്രസ്സ് എടുക്കുന്നതെന്ന് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എടുത്ത് താഴെ ബില്ലിടാനായിട്ട് പോകും. ബില്ലിടുമ്പോൾ അറിയാം എത്ര രൂപയായെന്ന്. അത് ആകെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഡോളറിൽ കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പൈസ ആവുന്നുള്ളൂ. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ആർക്കും പറഞ്ഞു കൊടുക്കത്തില്ല. അപ്പൊ ഹലോ ഗായ്സ്, നമ്മളിങ്ങനെ പ്രതാപൻ നായരെ വിളിച്ചിട്ട് പപ്പയെ വിളിച്ചിട്ട് സിനിമ കാണാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ലുലു വഴി ജെബിയെ കൊച്ചിനെ ആക്കിയിട്ട് സിനിമയ്ക്ക് പോവുകയാണ്. ലുലു വഴി സിനിമയ്ക്ക് പോവുകയാണ്. ഏത് സിനിമയ്ക്കാണ് പോകുന്നത് നമ്മളുടെ മെയിൻ വ്ളോഗേഴ്സ് പറയുന്നതായിരിക്കും. മെയിൻ വ്ളോഗേഴ്സ് പറയൂ. കാര്യം പറയാനല്ലേ, കാജോള് പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ തന്നെ കമന്റ് ചെയ്യൂ ആരുടെ വ്ളോഗിംഗ് ആണ് ബെറ്റർ എന്ന്. നിങ്ങൾ തന്നെ കമന്റ്സിൽ പറയേണ്ടതാണ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു ഫോളോ മീ, എൻ്റെ അക്കൗണ്ട് എനിക്ക് യൂട്യൂബ് ഇല്ല, പക്ഷെ ഇൻസ്റ്റയിൽ വേണമെങ്കിൽ എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. kajol_spot_p. ബോയ്സ് ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യൂ, പക്ഷെ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യത്തില്ല. പ്രൈവറ്റ് അക്കൗണ്ട് ആണ്. ഞാൻ സിംഗിൾ ആണ് എന്ന് എന്റെ അമ്മ പറയുന്നു. It was at this moment he knew he fucked up. അവിടെ പറയുന്നില്ല, അപ്പൊ ഉണ്ട്. കള്ളം വിളിച്ചത് കണ്ണാ ഒന്നും പറയാനില്ലേ? അവള് സിംഗിൾ അങ്ങനെയല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്റെ പൊന്നെ, ഗ്ലാസ് ബുക്ക് സിംഗിൾ അല്ല. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അമ്മ പറയുന്നു. ലൈക്ക് എന്റെ വായിന്ന് പറയേണ്ടത് എന്റെ അമ്മ എന്ന് ഞാൻ ഓരോ ഇട്ടെടുത്തത് നിക്കോച്ചിയാണ്. ഓക്കെ, ബൈ ഗൈസ്. ഇല്ലെങ്കിൽ എന്നെ ഇരുന്ന് ഊക്കിക്കൊല്ലും. ബൈ. ഗരമ ദേ ദോ ദിഖാ. കണ്ണാ പൈസ ഉണ്ടോ? ചേഞ്ച് കൊള്ളാം, നോക്കുന്നു. പല്ല് പുളിക്കുന്ന ചേഞ്ച് ഉണ്ടാ? എത്ര രൂപ? ഇതിനാ 50 രൂപ. 50 രൂപ ഉണ്ടാ?
ജൽദി ദേ ദോ 46 ആയതേ ഉള്ളൂ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? എന്തോ ഇങ്ങനെ കറങ്ങി വന്ന് എത്ര പേര് അറിയാവുന്നവരുണ്ടാകും. എവിടെ പോ ചൂടി തന്നെ. ഓക്കെ, ശുക്രിയ, ധന്യവാദ്. ഓ പൈസ ലേന്തിയ താങ്ക് യു. ഓക്കെ പൈസ കേട്ടോണ്ടിരിക്കുന്ന പപ്പ ശുക്രിയ, ധന്യവാദ്. വിട്ട് പോനാന്ന് കേട്ടോ, കള്ളന്മാരാന്ന് വിചാരിച്ചു. അവനെ പേടിച്ചു പോയി കേട്ടോ, വന്ന് വളച്ചു നിർത്തിയപ്പം. ഗൈസ്, സിനിമ കാണാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏത് സിനിമ നിക്കോച്ചി? എൻ്റെ പല്ല് അഴുക്കുണ്ടായിരുന്നു. എവിടാ പോകുന്നത്? സ്റ്റെപ്പ് കയറണോ? അപ്പൊ ഇന്ത്യൻ 2 ആണ് കാണുന്നത്. അതാണ് ഇത്ര നേരമായിട്ട് പറയാത്തത്. അതാണ് രഹസ്യം. അതാണ് വന്ന് എൻ്റെ അടുത്ത് രഹസ്യം പറഞ്ഞത്. രാവിലെയോ? നമ്മളത് അറിയുന്നില്ലല്ലോ, ഇന്നലെ എടുത്തതാ. ഇന്നലെ വരെ കലക്കിയാണ് കാണുന്നതെന്ന് പറഞ്ഞിട്ട് കലക്കി എന്തിനാ മനസ്സിലാക്കണേ? മുട്ടൻ പീസ ഫുൾ നേക്കഡ്. സിനിമയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതെന്റെ കോളേജാണ്. എന്നെ അറിയാത്ത ഒന്നും ഇവിടെ എങ്ങുമില്ല. വിശാൽ കൃഷ്ണമൂർത്തിയുടെ വരവോടുകൂടി ഇവിടെ പല അതിശയങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ സിനിമയ്ക്ക് വന്നു. സിനിമയ്ക്ക് ഇന്ത്യൻ 2 കാണാൻ വന്നു. ഇന്ത്യൻ 2. ഗൈസ്, അപ്പോ സത്യം പറഞ്ഞ വീടെത്തി. സത്യം പറഞ്ഞാൽ വീടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യൻ 2 കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ത്യൻ 2? പകുതി ഉറങ്ങി, പകുതി സൂപ്പർ പടം. എല്ലാരും പോയി കാണണം. നല്ല നിങ്ങളുടെ പൈസയും കൂടെ പോയാലേ ഞങ്ങൾക്ക് പ്ലാറ്റിനത്തിൽ ഇപ്പൊ തന്നെ പോയി കാണണം. സർപ്രൈസ് കൊടുത്തതാണ്. അത്ര നല്ല പടമൊന്നും അല്ല ഗൈസ്. കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം അല്ലേ അപ്പാ? അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വ്ളോഗുമായിട്ട് വേറൊരു ദിവസം വേറൊരു കണ്ടന്റുമായിട്ട് വരാം. ഇപ്പം സമയം 1:30. 1:25. അപ്പോൾ ഗൈസ്, ഗുഡ് നൈറ്റ്, പീസ് ഔട്ട്, ബൈ. പീസ് ഔട്ട്. എന്തോന്ന്? അത് ഉറപ്പായിട്ട് ഇടും. അപ്പൊ മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്താണ്? സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ഇടുക. ചെയ്യുക. ഓക്കെ, അപ്പൊ മറക്കാണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഓക്കെ ഗൈസ്, അപ്പൊ ഗുഡ് നൈറ്റ്, ബൈ. സത്യമായിട്ട് ചെയ്യണം.